മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന PTA ഹർജിയും തള്ളി. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ അംഗീകാരം. ജൂൺ 8-ന് സ്കൂൾ പൂട്ടണം. അധ്യയനം ആരംഭിച്ചെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്നും അടിയന്തരമായി സ്റ്റേ വേണമെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി ഉത്തരവ് ഉടൻ നടപ്പിലാക്കാനും നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് PC ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റാൻ ആവശ്യത്തിലേറെ സമയം ലഭിച്ചിരുന്നുവെന്നും സർക്കാർ നേരത്തെ തന്നെ ബദൽ മാർഗം തേടേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. സ്കൂൾ പൂട്ടാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും മുൻ സർക്കാർ ഇതിനെ അനുകൂലിച്ചിരുന്നു. ഹൈക്കോടതി ഇതിന് അംഗീകാരവും നൽകി. ഇതേ തുടർന്ന് മാറിവന്ന LDF സർക്കാരും സ്കൂളിലെ അധ്യാപക രക്ഷിതാക്കളും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഇനി മലാപ്പറമ്പ് സ്കൂൾ പ്രദേശത്ത് ചിറകു വിടർത്താം. 75-ൽ പരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഭാവി ഇരുട്ടിലേക്കും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശും PK കുഞ്ഞാലിക്കുട്ടിയും ഗൂഢാലോചനയും അധികാര ദുർവിനിയോഗവും നടത്തിയതായി FIR. 4-5 പ്രതികൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതായും FIR-ൽ പറയുന്നു. FIR-ന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. സന്തോഷ് മാധവന് ബിനാമി ബന്ധമുള്ള സ്ഥാപനത്തിന് മിച്ചഭൂമിയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ അനുമതി നൽകിയ കേസിലാണ് 2 മുൻ മന്ത്രിമാർ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കേസിൽ 1-ാം പ്രതിയായ മുൻ റവന്യൂ മന്ത്രി വിശ്വാസവഞ്ചന നടത്തിയതായി FIR-ൽ പറയുന്നു. 2-ാം പ്രതി മുൻ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി അടൂർ പ്രകാശ് ഗൂഢാലോചന നടത്തി. 2 മുൻ മന്ത്രിമാരും 3-ാം പ്രതി സന്തോഷ് മാധവൻ, 4-ാം പ്രതി BM ജയശങ്കർ എന്നിവരുമായി ക്രിമിനൽ ഗൂഢാലോചനയാണ് നടത്തിയത്. 3-ഉം 4-ഉം പ്രതികൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം തന്നെ ദുരുപയോഗം ചെയ്തതായി FIR-ൽ പറയുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി ഇവർ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി. ഭൂപരിധി നിയമത്തിൽ നിന്നും ഒഴിവാക്കി നൽകിയത് അധികാര ദുർവിനിയോഗമാണെന്നും DYSP RD അജിത് FIR-ൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവിന് വിരുദ്ധമായി മുൻ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാരിന് ഇത് വലിയ വീഴ്ചയാണ്. 120B, 409 എന്നീ വകുപ്പുകളും 1988-ലെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവുമാണ് 4 പ്രതികൾക്കെതിരെ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 2015 ഫെബ്രുവരി 25-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ വിവാദ തീരുമാനമെടുത്തത്. FIR മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. ഷീജ, തിരുവനന്തപുരം. മുൻ കോൺഗ്രസ് MP അടക്കം 69 പേർ കൊല്ലപ്പെട്ട ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ വിധി പ്രസ്താവിക്കുന്നത് മാറ്റിവെച്ചു. കേസിൽ ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് വിധി പ്രസ്താവിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് കോടതി അറിയിച്ചത്. വിധി പ്രസ്താവത്തിന്റെ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും കോടതി അറിയിച്ചു. മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജാഫറി അടക്കം 69 പേർ കൊല്ലപ്പെട്ട ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ 24 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇവരുടെ ശിക്ഷാവിധിയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. അഹമ്മദാബാദ് പ്രത്യേക കോടതി ജഡ്ജി PB ദേശായിയാണ് വിധി പറയുക. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ 11 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. 36 പേരെ കോടതി വെറുതെ വിട്ടു. 2002-ൽ നടന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേസ് ആദ്യം ജൈവകൃഷി വിജയിപ്പിക്കുന്നതോടൊപ്പം എങ്ങനെ ലാഭകരമാക്കാമെന്ന് തെളിയിക്കുകയാണ് കൊല്ലം പുത്തൂരിലെ കർഷകനായ ബാലചന്ദ്രൻ. കൃഷിയും സംഭരണവും വിപണനവും പരാശ്രയമില്ലാതെ ഈ നിലയിൽ നടപ്പിലാക്കിയാണ് ഈ കർഷകൻ മാതൃകയാകുന്നത്. 10 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ബാലചന്ദ്രന്റെ ജൈവ കൃഷി. വെണ്ടയ്ക്ക, വഴുതന, തക്കാളി, മുളക്, വാഴ തുടങ്ങി കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിയിലൂടെ ഒരു ദിവസം മിനിമം ഒരിനം മാത്രം 500 കിലോയോളം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു. കൃഷി വകുപ്പിന്റെ നിർദ്ദേശവും സഹായം കൂടിയായതോടെ ബാലചന്ദ്രന്റെ ജൈവകൃഷി മെഗാ ഹിറ്റായി. എന്നുമാത്രമല്ല, വിഷരഹിത പച്ചക്കറി വാങ്ങുന്ന ഉപഭോക്താക്കളെ കൂടി അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് കോളിഫ്ലവറിന് പകരം വാഴക്കൂമ്പ് ഉപയോഗിക്കാമെന്ന നിലപാട് സ്വീകരിച്ചാൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ മുമ്പോട്ടു പോകാനാകുമെന്ന് ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ എല്ലാ പച്ചക്കറിയും ഉണ്ടെങ്കിലേ പാചകം ചെയ്യാൻ പറ്റൂ എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ മാറ്റണം. നമ്മൾ ഈ തമിഴ്നാട്ടുകാരൻ ഉണ്ടാക്കി തരുന്ന എല്ലാ സാധനത്തിനും അനുസരിച്ചാണ് നമ്മൾ അടുക്കളയിലെ മെനു തീരുമാനിച്ചത്. അത് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് അടുക്കളയിലെ മെനു തീരുമാനിക്കണം. കോളിഫ്ലവർ ഉണ്ടെങ്കിലേ തോരൻ വെക്കുമെന്ന് നിർബന്ധം പിടിക്കണ്ട. അത് വാഴക്കൂമ്പായാലും മതി. സ്വന്തം വിപണന കേന്ദ്രമാണ് ബാലചന്ദ്രന്റെ വിജയ രഹസ്യം.
കൃഷിയും സംഭരണവും വിപണനവും ഒരു കൂടക്കീഴിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് ബാലചന്ദ്രൻ എന്ന കർഷകന്റെ വിജയത്തിന് ആധാരം. പുത്തൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 50,000 ഹെക്ടറിൽ കൂടി പച്ചക്കറി കൃഷി സർക്കാർ വ്യാപിപ്പിക്കും. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതിയിലൂടെ ജൈവ പച്ചക്കറി തോട്ടത്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ചാണ് SFIയുടെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജൈവ പച്ചക്കറി തോട്ടത്തിന് തുടക്കമായത്. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴത്തൈ നട്ടുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറി കർശന പരിശോധന നടത്തും. വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പച്ചക്കറി കൊണ്ടുവരുന്നവര് വിഷരഹിത പച്ചക്കറിയാണ് എന്ന് ഉറപ്പുവരുത്തും. വിഷമുള്ള പച്ചക്കറിയാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് പച്ചക്കറി കൊണ്ടുവരാനുള്ള അനുമതി ഇല്ലാതാകും. മറ്റ് നിയമ നടപടികൾ അവരുടെ മേൽ സ്വാഭാവികമായിട്ടും വരികയും ചെയ്യും. ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് 50,000 ഹെക്ടർ സ്ഥലത്ത് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കണമെന്നാണ്. വാഴകൃഷിക്ക് പുറമെ പച്ചക്കറികളായ ചീര, വഴുതന, തക്കാളി എന്നീ തൈകളും കോളേജ് വിദ്യാർത്ഥികൾ നട്ടു. പച്ചക്കറി കൃഷിയുടെ വളർച്ച പരിശോധിക്കാൻ 2 മാസം കഴിയുമ്പോൾ താൻ എത്താമെന്നും മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. പരിസ്ഥിതിക്കും വികസനത്തിനും സന്തുലിതമായ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനായി സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി ഇവ സംഭരിക്കേണ്ടതുണ്ടെന്നും പിണറായി വ്യക്തമാക്കി. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.